UDF-നെ പിന്തുണച്ച മുൻ നിലപാട് ഇപ്പോൾ പ്രസക്തമല്ലെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസരി. ഓരോ തെരഞ്ഞെടുപ്പിലും അതത് സമയത്താണ് നിലപാട് പ്രഖ്യാപിക്കുന്നത്. മുൻ നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലവും പ്രതികൂലവുമാകാം. നിലപാട് പരസ്യമായി പറയുന്ന രീതിയില്ലെന്നും സംസ്ഥാനത്ത് ആകെയും ചില മണ്ഡലങ്ങളിലും പ്രത്യേകമായും നിർദ്ദേശങ്ങൾ ഉണ്ടാകാമെന്നും അബ്ദുൽ ഹക്കീം അസരി പറഞ്ഞു. സമസ്ത ഏത് കാലത്തും ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗമായി നിൽക്കുകയോ ഏതെങ്കിലും കക്ഷിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി അഭ്യർത്ഥിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ സമസ്തയ്ക്ക് അതിൻ്റെ നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ വളരെ കൃത്യമാണ്. വോട്ട് ചെയ്യുന്നത് സംഘടനയുടെ നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത്. അത് ഞങ്ങളൊരിക്കലും പരസ്യമായി പ്രഖ്യാപിക്കാറില്ല. അതിൽ പലരോട് വിശദാംശങ്ങളുമായി AP അബൂബക്കർ മുസ്ലിയാർ നിലപാട് വ്യക്തമാക്കുകയാണോ, അതോ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, അത് ഞങ്ങൾ സംഘടനാ സംവിധാനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്, പരസ്യമായി പറയേണ്ടതില്ല എന്നാണോ? നിലപാട് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം സംഘടനാ സംവിധാനം വഴി അണികളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അവിടെയും ചില സൂചനകൾ ബാക്കി വയ്ക്കുന്നു എന്നുള്ളതാണ്. പുറത്തേക്ക് പറയില്ല എന്ന് പറയുമ്പോഴും ചില സൂചനകളുണ്ട്. നേരത്തെ തന്നെ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. റിപ്പോർട്ടർ TVയുടെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു അഭിമുഖത്തിൻ്റെ ക്ലിപ്പാണ് ഇപ്പോൾ UDF പ്രവർത്തകർ ധാരാളമായി പ്രചരിപ്പിക്കുന്നത്. അതിലിങ്ങനെ പറയുന്നുണ്ട്: LDF പ്രവർത്തകർ LDF-ന് വോട്ട് നൽകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് നമ്മൾ പണ്ടേ തീരുമാനിച്ചിട്ടുള്ളതാണ്. അവർ അവിടേക്ക് പോയാൽ ഈ മന്ത്രിസഭയിൽ ചേരുകയോ മന്ത്രിസഭയെ പിന്താങ്ങുകയോ ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് LDF-ന് വോട്ട് നൽകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നത് നിലപാടാണ് എന്നൊരു ഒരു അഭിമുഖത്തിൻ്റെ ഒരു ഭാഗം വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇതിനെ തള്ളുന്നു എന്നതാണ് വളരെ പ്രധാനം. ആ നിലപാടിന് ഇപ്പോൾ പ്രസക്തിയില്ല, ആ വീഡിയോ ദൃശ്യങ്ങൾക്കും ഇപ്പോൾ പ്രസക്തിയില്ല എന്നാണ് കാന്തപുരത്തിൻ്റെ മകനും SYS-ൻ്റെ കാന്തപുരം സമസ്തയുടെ യുവജന വിഭാഗമായ SYS-ൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ AP അബ്ദുൽ ഹക്കീം അസരി റിപ്പോർട്ടിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അതത് സമയങ്ങളിലാണ് നിലപാടുകൾ പ്രഖ്യാപിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്താകെ ഒരു നിലപാടാണോ, ചില മണ്ഡലങ്ങളിൽ പ്രത്യേക നിലപാടുണ്ടാകാമോ എന്ന ചോദ്യത്തിന് മറുപടി, ചില മണ്ഡലങ്ങളിൽ പ്രത്യേക തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന തരത്തിലാണ്. അത്തരത്തിൽ കൃത്യമായൊരു ഒരു തീരുമാനം കാന്തപുരം വിഭാഗം എടുത്തിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും LDF-ന് അനുകൂലമായൊരു തീരുമാനമാണ് പലപ്പോഴും എടുക്കാറുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുമാണ്. പക്ഷേ ആ നിലപാടുകൾ തിരുത്തുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് കാന്തപുരത്തിന്റെ മകനും SYS-ന്റെ നേതാവുമായ വിശദാംശങ്ങൾ നൽകുന്നത്, ചില സൂചനകൾ നൽകുന്നു. എന്നാൽ സംഘടനാ സംവിധാനത്തിലൂടെയാണ് ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കുക എന്നാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ